അച്ചാറിടാനായിട്ട് കുറച്ച് ലൂബിക്ക നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതൊന്ന് നന്നായി വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. എരിവ് ഉപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് കടുക് വറുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം പൊടികൾ മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇപ്പം നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ലൂബിക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലൂബിക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൂബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.